നമസ്കാരം. ഇന്നലെ 24 ന്യൂസിന് ആഷിഖ് അബു ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിന് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തായാലും ആഷിഖ് അബു ഞങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഭയങ്കര സത്യമാണ്. കാരണം സിനിമയിൽ നിന്ന് ആരും ഇതേരെ പുറത്താക്കിയിട്ടില്ല ഇതിന്റെ പേരില്. ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലേ. ഇന്ന് പറയണത് നാളെ മറക്കാന് ജനങ്ങളൊക്കെ പൊട്ടന്മാരാണല്ലോ അല്ലെ. എന്തായാലും തന്റെ ആ പ്രസ്താവന അതൊന്ന് ഞാൻ ഇവിടെ വായിക്കാം. മലയാള സിനിമയിൽ ഒരു ലഹരി ഉപയോഗവുമില്ല. മുസ്ലിം നാമധാരികളായ ആളുകൾക്കെതിരെ സംഘപരിവാർ ആക്രമണമാണിത്. ആഷിഖ് അബു ഒരു കയ്യടി തരട്ടെ. ഇത്രത്തോളം സത്യങ്ങളൊന്നും വിളിച്ചറിയില്ല കേട്ടോ. മലയാള സിനിമയിൽ ഒരു ലഹരി ഉപയോഗം നടക്കണില്ലടാ. ഒരു ലഹരി ഉപയോഗം നടക്കണില്ല. ഇതിന്റെ മുന്നേ ഒരൊറ്റ നടന്മാരെയും പുറത്താക്കിയിട്ടില്ല ലഹരി ഉപയോഗിച്ചതിന്. ആഷിഖ് അബു, ജനങ്ങൾ കഴിക്കുന്നത് അരിഭക്ഷണമാണ്, ലഹരി അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു 3-4 മാസം മുൻപുള്ള കുറച്ച് ന്യൂസുകളൊക്കെ ആഷിഖ് അബു ഒന്ന് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പം മനസ്സിലാവും ഈ സിനിമാ ഫീൽഡിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പം മനസ്സിലാവും. കാരണം ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ, കറക്റ്റ് ലൊക്കേഷനിൽ വരാത്തതിന്റെ പേരിൽ, ലഹരി ഉപയോഗിച്ച് സൈഡായി കടന്നതിന്റെ പേരിലൊക്കെ നടന്മാരൊക്കെ പുറത്താക്കിയതൊക്കെ ഈ ആഷിഖ് അബു അറിഞ്ഞിട്ടുണ്ടോന്നാവോ, അതോ ഇനിയിപ്പോ ഈ പറയുന്ന മാതിരി ജനങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കടന്നിട്ട് ജനങ്ങളൊക്കെ അറിയാതെ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടതാണോ? എന്തായാലും കേരളത്തിലെ മൊത്തം ജനങ്ങളും ഒരേ സമയം ലഹരി ഉപയോഗിച്ചാണ്ട് ഒരേ സ്വപ്നം കണ്ടതായിരിക്കും ഈ പറയുന്ന നടന്മാരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ട് പുറത്താക്കിയത്. എന്തായാലും ആഷിഖ് അബു ഉദ്ദേശിച്ച സാധനം കേരളത്തിൽ വില പോകൂല ആഷിഖ് അബു. കാരണം എന്താണ് അറിയോ? കാരണം ഇത് കേരളമാണ്, മലയാളികളാണ്. മലയാളികൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയും വിവരമുണ്ട്. അപ്പൊ ഈ പറയുന്നത് സംഘപരിവാറിന്റെ തലയിലാണ് കെട്ടിവെച്ച് കഴിഞ്ഞാല് അതുമേ രക്ഷപ്പെടാ എന്നുള്ളത് താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇതിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണെന്ന് അറിയോ? ആ ഗായിക പറഞ്ഞത് സത്യമാണ് എന്നുള്ള രീതിയിലാണ് താങ്കളുടെ ഈ പ്രസ്താവന ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം താങ്കൾ പറയുന്നത് ഇത് സംഘപരിവാർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. മലയാളത്തിലെ എത്രയോ നടന്മാർക്കെതിരെയാണ് ഇപ്പൊ പ്രശ്നങ്ങൾ വരുന്നത്. ഈ ആളുകളൊക്കെ മുസ്ലിങ്ങളാണോ? ഈ ആളുകളൊക്കെ ക്രിസ്ത്യാനികളാണോ? ഈ ആളുകളൊക്കെ ഹിന്ദുക്കളാണോ? അല്ല, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അല്ലാതെ ഒരു മതക്കാർക്കെതിരെ മാത്രമല്ല ഇവിടെ ശബ്ദിക്കുന്നത്, ഒരു മതക്കാർക്കെതിരെ മാത്രമല്ല ഇവിടെ കുറ്റാരോപിതരായിട്ട് വരുന്നത്, ഒരു മതക്കാർ മാത്രമല്ല ഇവിടെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് പല ആളുകളും വരുന്നത്. എല്ലാ മതക്കാർക്കെതിരെയും ഉണ്ട്. അപ്പൊ താങ്കളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതൊരു മതവർഗീയതയാക്കിയിട്ട് മതവർഗീയത ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് കൂടെ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്നത് അരിഭക്ഷണമാണ്, താങ്കളെ പോലെ പിസയും ബർഗറും അല്ല എന്നുള്ള കാര്യം താങ്കൾ ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ സംഘപരിവാറിനെ വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാല് സംഘപരിവാറും എടുത്തിട്ട് ഊക്കും, മറ്റുള്ള ആളുകളും എടുത്തിട്ട് ഊക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇത് കേരളമാണ്. വർഗീയതയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് എന്ത് കാര്യത്തിനാണെച്ചെങ്കിലും എന്ത് ആവശ്യത്തിനാണെച്ചെങ്കിലും വർഗീയതയെ എതിർക്കുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളൊക്കെ എത്ര കണ്ട് വർഗീയത പ്രചരിപ്പിക്കാൻ നോക്കിയാലും അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ അത് പൊളിച്ചടുക്കിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രമാണ് താങ്കളോട് പറയാനുള്ളത്. ഇനി എന്റെ പേര് വെച്ച് ഞാൻ ഹിന്ദു ആണെന്നും പറഞ്ഞുകൊണ്ട് വർഗീയതയിലേക്ക് തിരിച്ചു വിടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഒരു മുസ്ലിമാണ്, എന്റെ പേര് ജംഷീർ ആണ് എന്ന് കൂടെ താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ താങ്കൾക്കെതിരെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു വർഗീയവാദിയോ ഒന്നും തന്നെയല്ല, ഞാനാണ് എന്ന് കൂടെ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.